അഗജാനന പത്മാർക്കം ഗജാനന മഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. ഓം ഗം ഗണപതയേ നമഃ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഓം സം സരസ്വത്यै നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ഗും ഗുരുഭ്യോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മദ്ഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം. യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മദ്ഗുരോ നാഥ ശ്രീകൃഷ്ണായ നമോ നമഃ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാത് കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. കൃഷ്ണൻ എന്നുടെ മാനസേ നിറയണം. കണ്ണീരുമാഞ്ഞിടണം. കൃഷ്ണൻ നൽകണമെന്നുമേ സുഖദവും സമ്പത്തുമൈശ്വര്യവും. കൃഷ്ണൻ എന്നുടെ ഈശ്വരൻ ഗുരുവരൻ സ്നേഹിച്ചൊരാത്താതനും. കൃഷ്ണൻ തന്നെ എനിക്കു വിശ്വമഖിലം. കൃഷ്ണ തൊഴുന്നേനഹം. വ്യാസം വസിഷ്ഠനപ്താരം ശക്തേ പൗത്രമകൽമഷം. പരാശരാത്മജം വന്ദേ ശുകതാതം തപോനിധിം. ശബ്ദങ്ങളെ ദാസരയെന്ന പോലെ ശരിക്കു കീഴ് നിർത്തിന ശക്തിയുക്തൻ. തനിച്ചു മൂവാണ്ടിട കൊണ്ടു സാക്ഷാൽ ശ്രീഭാരതം തർജ്ജമ ചെയ്ത ധീരൻ.
പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പൊന്നുഗുരുവായൂരപ്പൻ്റെ അനൽപമായ കാരുണ്യാതിരേകം മഹാഭാരതം കഥാകഥനം ഇന്ന് 6ാമത്തെ ദിവസത്തിലേക്ക് നാം എത്തുന്നു. അംശാവതരണ പർവം എന്ന പർവമാണ് ഇന്ന് നാം അനുസ്മരിക്കുന്നത്. ശൗനകാദി ഋഷീശ്വരന്മാരുടെ മുമ്പിൽ നൈമിഷാരണ്യത്തിൽ സൂതപൗരാണികൻ ഉഗ്രശ്രവസ് കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ശൗനകാദികളുടെ ചോദ്യം ഉണ്ടാവും. ആ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് കഥാകഥനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇവിടെ ചോദിക്കുകയാണ്, സർപ്പസത്രവേളയിൽ ആ ജനമേജയൻ്റെ സർപ്പസത്രത്തിനിടയിൽ ആഖ്യാനം ചെയ്ത അവിടെ പറഞ്ഞ കഥകൾ കൂടി പറയണേ എന്ന് പറയുന്നു. സർപ്പസത്ര കർമ്മങ്ങൾക്കിടയിൽ വേദോക്തമായ അനേകം കഥകൾ പറയപ്പെട്ടു. വ്യാസൻ തീർത്ത മഹാഭാരത കഥയും പറഞ്ഞു. അപ്പം ജനമേജയൻ ചോദിച്ചതുകൊണ്ട് കൃഷ്ണദ്വൈവായനൻ വിധിയാവണ്ണം അദ്ദേഹത്തെ അത് കേൾപ്പിക്കേണ്ടായല്ലോ. അത് അറിഞ്ഞാൽ കൊള്ളാം. സൂതൻ മഹാഭാരത കഥ പറയാനായിട്ട് ആരംഭിക്കുകയാണ്. ജനമേജയ മഹാരാജാവ് സർപ്പസത്രത്തിൽ ദീക്ഷയെടുത്ത വൃത്താന്തമറിഞ്ഞു. പാണ്ഡവരുടെ പിതാമഹനായിരിക്കുന്ന കൃഷ്ണദ്വൈവായനൻ എന്ന ഋഷീശ്വരൻ ശിഷ്യന്മാരോടുകൂടി ആ ജനമേജയൻ്റെ അടുത്തേക്ക് എത്തുകയാണ്. ശക്തിപുത്രനാണ് പരാശര മഹർഷി. ആ പരാശര മഹർഷിക്ക് കാളിന്തി ദ്വീപിൽ വെച്ച് കാളികന്യകയിൽ ജനിച്ച ആളാണ് കൃഷ്ണദ്വൈപായനൻ. ജനനശേഷം സ്വന്തം ഇഷ്ടം പോലെ വളർന്നു. വേദാംഗം, ഇതിഹാസം, ഇതിലൊക്കെ സർവജ്ഞാനം നേടിയിട്ടുള്ള അതിയശസ്വിയാണ് അദ്ദേഹം. വേദവിത്തവനായി മഹർഷിയാണ് ഏകമായ വേദത്തെ 4ആയി പകുത്തത്. അതുകൊണ്ട് ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം എന്നീ 4 വേദങ്ങളുണ്ടായി. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം വേദവ്യാസൻ എന്ന് അറിയപ്പെട്ടു. അങ്ങനെ പരമജ്ഞാനിയായി സത്യവ്രതനായി വിശുദ്ധനായ ഈ ഋഷീശ്വരനാണ് ധൃതരാഷ്ട്രര്, പാണ്ഡു, വിതുരൻ എന്നീ 3 പ്രതാപശാലികൾക്ക് ജന്മമേകിയത്. ശന്തനുവിൻ്റെ വംശത്തെ യശസ്വമാക്കിയ മഹാനുഭാവനും ഇദ്ദേഹം തന്നെയാണ്. വേദവ്യാസനെ കുറിച്ച് പറയുന്നു. ദ്വീപിൽ ജനിച്ചതുകൊണ്ട് ദ്വൈവായനെന്നും കൃഷ്ണവർണ്ണമായതുകൊണ്ട് കൃഷ്ണദ്വൈവായനെന്നും ആദ്യം അറിയപ്പെട്ടിരുന്ന അദ്ദേഹം പിന്നീട് വേദങ്ങളെ പകുത്തപ്പോൾ വേദവ്യാസനായി. അങ്ങനെ വ്യാസമഹർഷി എത്തിയപ്പോൾ ദേവന്മാരുടെ ഇടയിൽ ഇന്ദ്രൻ എന്നതുപോലെ അദ്ദേഹം മഹർഷിമാരുടെ ഇടയിൽ ശോഭിച്ചു എന്നാണ്. ജനമേജയ മഹാരാജാവ് വളരെ സന്തോഷപൂർവ്വം ആദരപൂർവ്വം അദ്ദേഹത്തെ സ്വീകരിച്ചു. സ്വർണസിംഹാസനത്തിലിരുത്തി. അതിനുശേഷം എല്ലാ പൂജകളും ചെയ്തു. അതിനുശേഷം ചോദിക്കുകയാണ്, കുരുപാണ്ഡവന്മാരുടെ സർവ്വ അനുഭവങ്ങളും അങ്ങ് നേരിട്ട് കണ്ട ആളാണ്. അവരുടെ ചരിത്രം അങ്ങയിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹമുണ്ട്. അവരിൽ തമ്മിൽ എങ്ങനെയാണ് ഈ ഛിദ്രമുണ്ടായത്? അവർ തമ്മിൽ തല്ലുകൂടാൻ തുടങ്ങിയതിന് കാരണം എന്താണ്? സർവനാശകമായിരിക്കുന്ന 18 അക്ഷൗഹിണികൾ ഇല്ലാതെയായ അല്ലെങ്കിൽ തകർക്കപ്പെട്ട മഹാഭാരത യുദ്ധം എങ്ങനെയാണ് ഉണ്ടായത്? അതുകൊണ്ട് ആ മഹാകഥകൾ അങ്ങ് പറഞ്ഞു തരണേ എന്ന് പറഞ്ഞപ്പോൾ വേദവ്യാസൻ തന്നോടൊപ്പം ഉണ്ടായിരുന്ന തൻ്റെ പാർശ്വത്തിൽ നിൽക്കുന്ന വൈശമ്പായനൻ എന്ന ശിഷ്യന്റെ അടുത്ത് പറഞ്ഞു, കൗരവരും പാണ്ഡവന്മാരും തമ്മിലുണ്ടായ ആ മഹാഛിദ്രത്തിൻ്റെ കഥ ഇപ്പതാ കൗരവന്മാരുടെ രാജാവായിരിക്കുന്ന, പാണ്ഡവന്മാരുടെ ആ ഹസ്തിനപുരിയുടെ രാജാവായിരിക്കുന്ന ജനമേജയന് പറഞ്ഞു കൊടുക്കൂ എന്ന് പറയുന്നു. തൻ്റെ ഗുരുനാഥൻ്റെ വാക്കുകളെ ശിരസാ സ്വീകരിച്ചു വൈശമ്പായനൻ. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, ആ മഹാഭാരതത്തിൻ്റെ പ്രശംസ അല്ലെങ്കിൽ മഹാഭാരതത്തിൻ്റെ പ്രത്യേകത, അതിൻ്റെ കേമത്വം അവിടെ പറയുകയാണ്. കൃഷ്ണദ്വൈവായന മഹർഷി വിരചിച്ച ഈ പുണ്യാഖ്യാനം ഞാൻ അങ്ങക്ക് പറഞ്ഞു തരാം. വളരെ ശ്രദ്ധയോടുകൂടി കേട്ടോളൂ. സാവധാനതയാ ശൃണു.
പുരാണങ്ങളും ഇതിഹാസങ്ങളും എന്താണെങ്കിലും നമ്മൾ ശ്രദ്ധയോടുകൂടി ചെയ്താലേ ഇതിന് ഫലം ഉണ്ടാവുള്ളൂ. ഇവിടെയും പറഞ്ഞു സാവധാനതയാ ശൃണു. സർവപൂജ്യനായ മുനീന്ദ്രനായ വ്യാസഭഗവാന്റെ ആ ചിന്തകളെ, മതങ്ങളെ ഞാൻ പറഞ്ഞു തരാം എന്നാണ്. കൃഷ്ണദ്വൈപായനൻ എന്ന സത്യവതീ സുതൻ 1,00,000 ശ്ലോകങ്ങളിലൂടെയാണ് ഈ കഥയെ പറഞ്ഞിട്ടുള്ളത്. അത് പറയുന്ന ആളും കേൾക്കുന്ന ആളും അനുമോദിക്കുന്ന ആളുകളും ഒക്കെ തന്നെ അവർക്ക് ആ ബ്രഹ്മലോകത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. വേദങ്ങളെപ്പോലെ തന്നെ വിശുദ്ധമാണ് ഈ ഇതിഹാസം. മോക്ഷദായകമായ ബുദ്ധി നൽകുന്ന മഹാകൃതിയാണ്. സർവപാപങ്ങൾക്കും പരിഹാരമാണ്. മഹാഭാരത ശ്രവണത്തിൽ സർവാഭിലാഷങ്ങളും സഫലമാവും. മോക്ഷശാസ്ത്രവും ധർമ്മശാസ്ത്രവും അർത്ഥശാസ്ത്രവുമാണ് ഈ മഹാഭാരതം എന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ ഭരതന്മാരുടെ ജീവിതകഥ അസൂയാരഹിതമായി കേട്ടുകഴിഞ്ഞാൽ അവന് രോഗഭീതി ഉണ്ടാവില്ല, പരലോക ദുഃഖം ഉണ്ടാവില്ല. അങ്ങനെ കുരുവംശത്തെ സങ്കീർത്തനം ചെയ്യുന്ന ഇക്കഥകൾ കേട്ടാൽ തന്നെ അവർക്ക് എല്ലാ തരത്തിലുള്ള അനുഗ്രഹങ്ങളും ഭഗവാൻ തരും. അപ്പൊ ഭാരതം ചൊല്ലി വേദത്തിന്റെ മറുകര പൂകിയ ആളുകള് മോക്ഷലബ്ധരായിട്ട് തീരും എന്നും അവിടെ പറഞ്ഞു. ചിത്തേന്ദ്രിയങ്ങൾ, പകൽ ചെയ്യുന്ന പാപങ്ങൾ അല്ലേ, മനസ്സ് തുടങ്ങിയ ഇന്ദ്രിയങ്ങൾ പകൽ എന്തൊക്കെ പാപങ്ങൾ ചെയ്യണോ അത് വൈകുന്നേരം ഈ മഹാഭാരതം ശ്രവിച്ചാൽ അല്ലെങ്കിൽ പാരായണം ചെയ്താൽ അതോടുകൂടി അത് ഇല്ലാതെയായി തീരും. മഹാവിസ്മയേതിഹാസമാണ് ഇത് എന്ന് അവിടെ സൂചിപ്പിച്ചു. 3 വർഷം കൊണ്ടാണ് വേദവ്യാസ മഹർഷി മഹാഭാരത രചന പൂർത്തിയാക്കിയത്. അവിടെ ആ വേദവ്യാസ മഹർഷിയുടെ അതിഗംഭീരമായിരിക്കുന്ന ഈ സൃഷ്ടി, ഈ രചനാവൈഭവം, ഇത് കേൾക്കുന്നവർക്കും കേൾപ്പിക്കുന്നവർക്കും രാജസൂയം, അശ്വമേധം തുടങ്ങിയ യാഗങ്ങളുടെ ഫലം ലഭിക്കും എന്ന് പറയുന്നു. സമുദ്രവും ഹിമവാൻ എന്ന പർവ്വതശ്രേഷ്ഠനുമാണ് രത്നഖനികളായിട്ട് സജ്ജനങ്ങൾ പറയുക. അതേപോലെ തന്നെ മൂന്നാമത്തെ മറ്റൊരു രത്നഖനിയാണ് ഈ ഭൂമിയിലുള്ളത്. അത് മഹാഭാരതമാണ് എന്നും അവിടെ സൂചിപ്പിക്കുന്നു. ഇവിടെ ധർമാർത്ഥ കാമമോക്ഷങ്ങളെക്കുറിച്ച് 4 പുരുഷാർത്ഥങ്ങളെക്കുറിച്ച് ഭാരതത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഭാരതത്തിൽ പ്രതിപാദിച്ചത് മറ്റു പല സ്ഥലത്തും കണ്ടു എന്ന് വരാം. എന്നാൽ ഭാരതത്തിൽ പരാമർശിക്കാത്തത് ലോകത്തിൽ ഒരിടത്തും കാണില്ല എന്നും അവിടെ അതിൻ്റെ മഹിമയായിട്ട് അവിടെ സൂചിപ്പിച്ചു. അതിനുശേഷമാണ് വ്യാസൻ എങ്ങനെയാണ് ജനിച്ചത്, വ്യാസോൽപത്തി അവിടെ സൂചിപ്പിച്ചത്. പണ്ട് കാലത്ത് ചേതി രാജ്യം വസു എന്ന രാജാവാണ് ഭരിച്ചിരുന്നത് എന്ന് പറഞ്ഞു. ഇദ്ദേഹത്തിന് മറ്റൊരു പേരാണ് ഉപരിചരൻ എന്ന്. അദ്ദേഹം വലിയ വ്രതനിഷ്ഠനാണ്, പ്രസിദ്ധനാണ്, നല്ല രാജാവാണ്. പക്ഷേ അദ്ദേഹത്തിന് മൃഗയാവിനോദത്തിൽ ആ കാട്ടിൽ നായാട്ടിന് പോവുക വലിയ കമ്പായിരുന്നു. അങ്ങനെ വസു മഹാരാജാവ് നായാട്ടിന് പോണു. അദ്ദേഹം ഇന്ദ്രന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം അസ്ത്രായുധങ്ങളൊക്കെ ഉപേക്ഷിച്ച് കഠിനമായ തപസ് ആരംഭിക്കാൻ തുടങ്ങി. തപസ് കണ്ടു കഴിഞ്ഞപ്പോൾ കൂട്ടുകാരനാണെങ്കിലും ദേവേന്ദ്രന് സംശയമായി. കാരണം ഈ തപസ് തൻ്റെ പദവി നഷ്ടപ്പെടാൻ വേണ്ടിയിട്ടുള്ളതാവോ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം ഭൂമിയിലേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, അങ്ങ് ചെയ്യേണ്ടുന്ന കർമ്മങ്ങൾ അങ്ങ് ചെയ്യാണ് വേണ്ടത്, സ്വധർമ്മങ്ങളെ ഉപേക്ഷിക്കാൻ പാടില്ല. അപ്പോ ലോകധർമ്മത്തെ പരിപാലിക്കണം. ഇവിടെ ഞാൻ ആകാശത്ത് വിണ്ണിൽ വാഴുന്ന എനിക്ക് മണ്ണിൽ വാഴുന്ന അങ്ങാണ് സ്നേഹിതൻ. അപ്പൊ ഭൂലോകത്തിലെ നല്ലൊരു രാജ്യം നോക്കി ഭവാൻ അല്ലെങ്കിൽ അവിടുന്ന് ഭരിക്കണം. ധനധാന്യങ്ങൾ, പശുക്കൾ തുടങ്ങിയ എല്ലാ സുഖങ്ങളും സമ്പുഷ്ടമായ സൗമ്യമായ വസുധയിലെ ചേതിയിൽ അങ്ങ് താമസിക്കാം. അവിടുത്തെ ജനങ്ങൾ നിഷ്കളങ്കരാണ്, ധർമ്മിഷ്ഠരാണ്. ഞാൻ അങ്ങയ്ക്ക് ദേവന്മാർക്ക് പോലും ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുള്ള സ്ഫടിക വിമാനം അങ്ങയ്ക്ക് നൽകുന്നു. അങ്ങയ്ക്ക് എവിടേക്ക് വേണമെങ്കിലും പോവാം. വൈജയന്തി എന്ന വനമാല ഞാൻ അങ്ങയ്ക്ക് തരുന്നു. ഈ ഇന്ദ്രമാല്യം സ്വീകരിച്ചു കഴിഞ്ഞാൽ ശസ്ത്രക്ഷതമേൽക്കില്ല, ശത്രുക്കളിൽ നിന്നുള്ള ഒരായുധവും അങ്ങയെ തൊടില്ല. ഇത് സ്വീകരിച്ചോളൂ. പിന്നെ ഒന്നുകൂടി കൊടുത്തു, ഒരു വേണുദണ്ഡം, ശിഷ്ടരക്ഷക സാധക ശേഷിയുള്ള ഒരു മുളയുടെ ദണ്ട്. 1 വർഷം കഴിഞ്ഞ് രാജാവ് ഈ വേണു യഷ്ടി മണ്ണിൽ നട്ട് ഇന്ദ്രപൂജ ചെയ്തു. ഇന്ദ്രപൂജയ്ക്ക് യഷ്ടി നടത്തുന്ന പതിവുണ്ടായത് അന്ന് മുതലാണ്. ദിവസം തോറും മംഗളപൂജകൾ അദ്ദേഹം നടത്തി. ദേവേന്ദ്രൻ വലിയ സന്തോഷത്തോടുകൂടി അദ്ദേഹത്തെ അനുഗ്രഹിച്ചു. അങ്ങനെ ചേതി രാജ്യം അദ്ദേഹം വേണ്ടതുപോലെ ഭരിച്ചു. അദ്ദേഹത്തിന്
5 പുത്രന്മാരുണ്ടായി. അവരെ 5 രാജ്യങ്ങളിലെ സാമ്രാട്ടുക്കളായി തീർന്നു. ബൃഹദധൻ, പ്രത്യഗ്രഹൻ, കുശാംബൻ, മണിവാഹനൻ, യദു എന്നിവരാണ് ഈ രാജാവിൻ്റെ മക്കളെ എന്നും അവിടെ സൂചിപ്പിച്ചു. ഇവരൊക്കെ തന്നെ ആ 5 വംശങ്ങളുടെ സ്ഥാപകരായിട്ട് തീർന്നു എന്നും അവിടെ സൂചിപ്പിച്ചു. പിന്നീടാണ് ചേതിരാജ്യത്തിനരികിലൂടെ ശുക്തിമതി എന്ന ഒരു നദി ഒഴുകുന്നുണ്ടായത്. അപ്പം നദിയും പർവ്വതങ്ങളും, അപ്പം ഇതിലാണ് തന്നെയാണ് കോലാഹലൻ എന്നൊരു പർവ്വതം ഇതിനടുത്തുണ്ട്. ഈ പർവ്വതത്തിന് നദിയുടെ സൗന്ദര്യം കണ്ടപ്പോൾ പർവ്വതം ആ പുരുഷ സ്വരൂപം സ്വീകരിച്ചും കൊണ്ട് ആ നദിയെ, സ്ത്രീ സ്വരൂപത്തിലുള്ള നദിയെ പ്രാപിക്കാനായിട്ട് മോഹിച്ചു. അപ്പം എന്തുണ്ടായി? ആ നദീസുന്ദരിയുടെ മുമ്പിൽ പർവ്വതം വന്ന് അവിടെ നിന്നു. എന്തായി? നദിക്ക് പോകാൻ നിവൃത്തിയില്ലാതെയായി. അപ്പോൾ വെള്ളം നിറഞ്ഞൊഴുകി ആ നാട് മുഴുവൻ വെള്ളത്തിൽ മുങ്ങി എന്നും പറയണു. രാജാവ് ചെന്ന് ആ കോലാഹലൻ എന്ന ആ പർവ്വതത്തിൻ്റെ നെറുകയിൽ ആഞ്ഞു ചവിട്ടിയതോടുകൂടി പർവ്വതം അങ്ങോട്ട് താഴ്ന്നു. ആ പഴുതിലൂടെ നദി കുതിച്ചൊഴുകുകയും ചെയ്തു. ആ പർവ്വതനിരക്ക് നദിയുമായിട്ടുള്ള കാമവേഴ്ചയിൽ 2 കുട്ടികൾ പിറന്നു എന്നും ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും തന്നെ പർവ്വതത്തിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയ രാജാവിന് ഈ നദി 2 കുട്ടികളെ ദാനം ചെയ്തു. ആൺകുട്ടിയെ രാജാവ് സൈനിക മേധാവിയാക്കി, പെൺകുട്ടിയെ തൻ്റെ ഭാര്യയായിട്ട് സ്വീകരിക്കുകയും ചെയ്തു. ഗിരിക എന്നാണ് ആ പെൺകുട്ടിയുടെ പേര്. അങ്ങനെ ആ ഗിരികയുടെ കാമകാലം ആവണു. ഈ സമയത്ത് തൻ്റെ ഭർത്താവ്, അദ്ദേഹം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, ആ രാജാവ് അവിടുന്ന് തൻ്റെ അച്ഛൻ്റെ താല്പര്യപ്രകാരം അല്ലെങ്കിൽ അച്ഛൻ്റെ പിതൃക്കളുടെ കൽപ്പന പ്രകാരം അവിടെ നിന്ന് ആ പിതൃകർമ്മം ചെയ്യാനായിട്ട് പോയി. അങ്ങനെ രാജാവിന് ഭാര്യയെ വിട്ട് പുറപ്പെടേണ്ടി വന്നു. പിതൃവാക്യലംഘനം അത് വിടാതിരിക്കാൻ അദ്ദേഹം മൃഗമാംസത്തെ തേടാനായിട്ട് കാട്ടിലേക്ക് പോയി. കാട്ടിൽ നായാട്ടമൊക്കെ നടക്കണു. ആ നായാട്ടിനിടയിൽ അവിടെ തൻ്റെ ആ ഗിരികയുടെ സ്വരൂപത്തെ അദ്ദേഹം ഇങ്ങനെ ആലോചിച്ചു. കാനനം വളരെ മനോഹരം, വസന്തശ്രീ, അതേപോലെ വൃക്ഷലതാദികൾ, നല്ല സ്വർണ്ണ നിറത്തിലുള്ള പൂക്കൾ, നല്ല മണമുള്ള പൂക്കളൊക്കെ, അതോടുകൂടി കുയിലുകൾ നല്ല പാട്ടുപാടുന്നു, മയിലുകൾ ആട്ടമാടുന്നു, വണ്ടുകൾ മുരളുന്നു. അങ്ങനെ ആ മാദക ഭംഗി നിറഞ്ഞ കാനനത്തിൽ വെച്ച് തൻ്റെ പ്രിയപ്പെട്ട പത്നിയെ അദ്ദേഹം ആലോചിച്ച് അദ്ദേഹത്തിൽ വികാരമതമുണ്ടായി എന്നും അദ്ദേഹത്തിന് സ്ഖലനം സംഭവിച്ചു എന്നും പറയുന്നു. അത് അദ്ദേഹം ഒരു ഇലയിലാക്കി സൂക്ഷിച്ചു. എന്നിട്ടോ അദ്ദേഹം അത് ഒരു പരുന്തിനെ, തൻ്റെ ശക്തി കൊണ്ട് മന്ത്രം ജപിച്ച ഒരു പരുന്തിനെ വിളിച്ചു വരുത്തി വൃക്ഷപത്രത്തിൽ ഭദ്രമാക്കിയ രേതസ് അദ്ദേഹത്തിന് ആ പരുന്തിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇത് നീ എൻ്റെ ഭാര്യയായ ആ ഗിരികയ്ക്ക് കൊണ്ടു കൊടുക്കണം, ഒട്ടും വൈകരുത്. പരുന്ത് ഇലപ്പൊതിയുമായി അത് ചുണ്ടുകൊണ്ട് കടിച്ചു പിടിച്ച് മുകളിലേക്ക് ഉയർന്നു. അപ്പോഴാണ് മറ്റു പക്ഷികൾ, പരുന്തുകൾ അടക്കമുള്ള മറ്റു പക്ഷികൾ ഇതെന്തോ മാംസമാണെന്ന് വിചാരിച്ച് പിന്നാലെ ചൊല്ലുന്നു. അവസാനം ആ പരുന്തിൻ്റെ ചുണ്ടിൽ നിന്നും ആ പൊതി താഴേക്ക് വീണു. അത് യമുനാ നദിയിൽ വീണു. നദിയിൽ ആദ്രിക എന്നു പേരുള്ള ഒരു അപ്സരസ് മത്സ്യമായിട്ട് അവിടെ കഴിഞ്ഞിരുന്നു. ഈ പൊതിയിലെ ആ വസ്തു, ആ രേതസ് മത്സ്യം വിഴുങ്ങി. അതേ തുടർന്ന് കുറച്ചു കാലം കഴിഞ്ഞ് മുക്കുവന്മാര് ആ മത്സ്യത്തെ പിടികൂടി വയറ് കയറി നോക്കിയപ്പോൾ 2 മനുഷ്യക്കുട്ടികളെ അവിടെ കാണാനായിട്ട് സാധിച്ചു. മുക്കുവര് രാജാവിനെ വിവരറിയിച്ചു. ആൺകുട്ടിയെ രാജാവ് സ്വീകരിച്ചു. മത്സ്യൻ എന്ന പേരിൽ സത്യസങ്കരനായിരിക്കുന്ന പ്രശസ്ത രാജാവായി അവൻ മാറുകയും ചെയ്തു എന്ന് പറഞ്ഞു. ഏതായാലും മനുഷ്യരെ പ്രസവിച്ച് തിര്യക്കായി മാറിയ അപ്സരസിന് ശാപമോക്ഷം ലഭിച്ചു ഭഗവാന്റെ കാരുണ്യം കൊണ്ട്. രാജാവ് മത്സ്യം പ്രസവിച്ച ആ പെൺകുട്ടിയെ, മത്സ്യഗന്ധിയായ ആ പെൺകുട്ടിയെ ഒരു മുക്കുവന് തന്നെ നൽകുകയും ചെയ്തു. അങ്ങനെ ആ സത്യവതി എന്നാണ് മുക്കുവൻ ആ പെൺകുട്ടിക്ക് പേരിട്ടത്. പക്ഷേ അവൾക്ക് വല്ലാത്ത മത്സ്യഗന്ധം ഉണ്ടായിരുന്നു. പിതൃപ്രീതിക്കായിട്ട് അച്ഛൻ്റെ ആഗ്രഹമനുസരിച്ച് ആ കടവിലെ കടത്തുതോണി തുഴയുന്ന ജോലി അവൾ ഏറ്റെടുത്തു. ഈ സമയത്താണ് അവിടെ മഹാസിദ്ധനായിരിക്കുന്ന പരാശര മഹർഷി ആ തോണിയിൽ കയറി അക്കരയ്ക്ക് കിടക്കാനായിട്ട് വരുന്നു. അവിടെ വെച്ച് ആ സുന്ദരിയെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് വല്ലാത്ത താല്പര്യമായി. പറഞ്ഞു, നീയെ
ഞാനുമായി ചേരേണ്ടവളാണ് എന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, എങ്ങനെയാ നമ്മൾ തമ്മിൽ ചേരുക? കാരണം ഇതാ നോക്കൂ, നദിയുടെ മധ്യത്തിലെത്തി നമ്മൾ. അങ്ങേക്കരയിലും ഇങ്ങേക്കരയിലും നിരവധി മഹർഷിമാരും ജനങ്ങളുമൊക്കെ നിൽക്കണു. അവരുടെ മുമ്പിൽ വെച്ച് എങ്ങനെയാണ് ഞാൻ അങ്ങയുമായിട്ട് ക്രീഡ നടത്തുക? ജനം കാണില്ലേ എന്ന് പറഞ്ഞപ്പോൾ മഹർഷി തൻ്റെ അത്ഭുത സിദ്ധി കൊണ്ട് ആ തോണിക്ക് ചുറ്റുമായിട്ട് കനത്ത മൂടൽമഞ്ഞ് സൃഷ്ടിച്ചു. വലിയ സന്തോഷമായി. ഏതായാലും അദ്ദേഹത്തിനോട് ചോദിച്ചു, ഞാൻ അങ്ങയെ പ്രാപിച്ചു കഴിഞ്ഞാൽ എൻ്റെ കന്യകാത്വം നഷ്ടപ്പെടില്ലേ? ഞാൻ എങ്ങനെ അച്ഛൻ്റെ മുമ്പിൽ പോയി നിൽക്കും? അങ്ങയുടെ ആജ്ഞയെ എനിക്ക് തള്ളാനും നിവൃത്തിയില്ല. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, നീ കന്യകയായിട്ട് തന്നെ തുടരും. എന്താ വരം വേണ്ടതെന്ന് വെച്ചാൽ ചോദിച്ചോളൂ എന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ശരീരത്തിൻ്റെ ഈ മത്സ്യഗന്ധം അത് എന്നെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട്. കാരണം വല്ലാതെ ആ നാറ്റം അനുഭവപ്പെടും ഞാൻ ചെന്നു കഴിഞ്ഞാലേ. അതുകൊണ്ട് അതിനൊരു മാറ്റം ഉണ്ടാവണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ശരി, തഥാസ്തു എന്നും പറഞ്ഞ് ആ മുനി തൻ്റെ തപശക്തി കൊണ്ട് അവളെ സുഗന്ധ സുരഭിലയാക്കി മാറ്റി എന്നും പറഞ്ഞു. അങ്ങനെ ആ മുനിയുമായി വിവിധങ്ങളായ കാമകേളിൽ ഏർപ്പെട്ടു. അന്നു മുതൽ അവൾ ആ മത്സ്യഗന്ധത്തോടു കൂടിയവളായിരുന്നുവെങ്കിലും ഇപ്പോൾ സുഗന്ധവതി എന്ന് അറിയപ്പെടാൻ തുടങ്ങി. അവളുടെ ശരീര സുഗന്ധം 1 യോജന വരെ അകലേക്ക് വരെ അനുഭവപ്പെട്ടിരുന്നു ആളുകൾക്ക് എന്നാണ്. അപ്പോൾ അതുകൊണ്ട് യോജനഗന്ധി എന്നവൾക്ക് മറ്റൊരു പേര്. പരാശരൻ ആ തോണി ഇറങ്ങി പോവുകയും ചെയ്തു. പരാശരനിൽ സത്യവതി പ്രസവിച്ച ആ ഗർഭം വളർന്ന് യമുനാദ്വീപിൽ പ്രസവിച്ചു. ആ പുത്രൻ തൻ്റെ അമ്മയുടെ അനുമതിയോടുകൂടി ഘോര തപസ്സിലേക്ക് കടന്നു. അമ്മയ്ക്ക് എപ്പോൾ എന്നെ വേണമെങ്കിലും ഞാൻ വന്നോളാം എന്ന് പറഞ്ഞ് തപസ്സിന് പോയി. ആ പരാശരപുത്രൻ ദ്വീപിൽ ജനിച്ചു വളർന്നതുകൊണ്ട് ദ്വൈപായനൻ എന്ന് അറിയപ്പെട്ടു. ഓരോ യുഗത്തിലും ധർമ്മത്തിൻ്റെ 4/1 ഭാഗം ക്ഷയിച്ചു പോകുന്നത് കണ്ട്, മനുഷ്യരുടെ ആയുർശേഷി ക്ഷയിച്ചു പോകുന്നത് കണ്ട്, മനുഷ്യരുടെ ബുദ്ധിശക്തി കുറഞ്ഞു വരുന്നത് കണ്ട് യുഗാവസ്ഥയ്ക്ക് പരിവർത്തനം ഭവിക്കുമെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം വേദം ശാഖാഭേദങ്ങളോടുകൂടി 4ആയി പകുത്തു. അതുകൊണ്ട് എന്തായി? അദ്ദേഹം വേദവ്യാസനായി. ഇങ്ങനെയാണ് വേദവ്യാസന്റെ ഉൽപ്പത്തിയെക്കുറിച്ച് പറയുന്നത്. പഞ്ചമവേദമായ ഭാരതം രചിച്ച് സുമന്തു, ജൈമിനി, പൈലൻ, ശുകൻ, വരിഷ്ഠൻ, വരദൻ, വൈശമ്പായനൻ എന്നീ തൻ്റെ ശിഷ്യന്മാർക്ക് ഉപദേശിച്ചു കൊടുത്തു. ഗംഗാദേവിയിൽ ശന്തനുവിൻ്റെ മകനായി ഭീഷ്മൻ ജനിച്ചു എന്നും അവിടെ സൂചിപ്പിച്ചു. പണ്ടുകാലത്ത് അതിൻ്റെ ഒരു കഥ പറയുകയാണ്. അഗ്നിമാണ്ഡവ്യൻ എന്നു പേരുള്ള ഒരു മുനി, ഒരിക്കൽ അദ്ദേഹത്തെ ഒരു കള്ളനാണെന്ന് തെറ്റിദ്ധരിച്ച് ശൂലത്തിൽ തറച്ചു എന്നാണ്. ശൂലത്തിൽ തറയ്ക്കപ്പെട്ടപ്പോൾ അദ്ദേഹം വിചാരിച്ചു, എന്താ ഞാൻ ഒരിക്കലും ഒരു പാപവും ചെയ്തിട്ടില്ല. യമധർമ്മൻ്റെ അടുത്ത് വളരെ ശ്രദ്ധയോടുകൂടി അദ്ദേഹം ചോദിച്ചു. തിരിച്ചറിവ് വന്നിട്ടില്ലാത്തൊരു കാലത്ത് ഈഷികപ്പുല്ല് കൊണ്ടൊരു ചെറു കിളിയെ കുത്തിക്കോർത്തതല്ലാതെ ഞാനൊരു പാപവും ചെയ്തിട്ടില്ലല്ലോ. തിരിച്ചറിവില്ലാത്ത ആ സമയത്ത് ചെയ്ത പാപത്തിന് ഇത്രയും കഠിനമായിട്ടുള്ള ശിക്ഷയോ? ഇതെന്തൊരു ക്രൂരതയാണ്, എന്തിനാ എന്നെ ഇങ്ങനെ ചെയ്യണത് എന്ന് ചോദിച്ചു. ഏതായാലും ആ യമധർമ്മനെ അദ്ദേഹം തൻ്റെ തപശക്തി ഉപയോഗിച്ച് ശപിച്ചു. നീ ഒരു ശൂദ്രയോനിയിൽ ചെന്ന് പിറക്കട്ടെ എന്നും അവിടെ സൂചിപ്പിച്ചു. അങ്ങനെ ആ മാണ്ഡവ്യമുനിയുടെ അല്ലെങ്കിൽ അണിമാണ്ഡവ്യൻ എന്ന് പ്രശസ്തനായ ആ മുനിയുടെ ശാപം കൊണ്ട് പിന്നീട് യമധർമ്മൻ വിതുരനായിട്ട് പിറന്നു എന്നും അവിടെ സൂചിപ്പിച്ചു. പിന്നീട് ഉഗ്രശ്രവസ് ശൗനകാദി ബ്രാഹ്മണർക്ക് മഹാഭാരതത്തിലെ മഹാനുഭാവന്മാരെ കുറിച്ചൊരു ലഘുവിവരണം. 10,000 സംവത്സരം വിസ്തരിച്ചാലും കഴിയില്ല കഥ എന്നാണ് പറയണത്. ത്രേതായുഗത്തിൽ 28 പ്രാവശ്യം ക്ഷത്രിയരെ കൊന്നൊടുക്കിയ പരശുരാമൻ മഹേന്ദ്രപർവ്വതത്തിൽ തപസ് ചെയ്യാനായിട്ട് പോയി. ഭാർഗവൻ ക്ഷത്രിയന്മാരെ മുഴുവൻ മുച്ചൂടും മുടിച്ചപ്പോൾ എന്തായി? ക്ഷത്രിയ സ്ത്രീകൾക്ക് ആ സന്തത്യുൽപാദനത്തിന് ബ്രാഹ്മണരെ ആശ്രയിക്കേണ്ടി വന്നു. അങ്ങനെ ആ ബ്രാഹ്മണരിലൂടെ അവർക്ക് നിരവധി വീര്യവാന്മാരും ദീർഘായുസ്സുകളുമായിട്ടുള്ള നിരവധി സന്താനങ്ങളുണ്ടായി. അങ്ങനെ ആധിവ്യാധികളില്ലാതെ അവരവിടെ കഴിയണു. ക്ഷത്രിയര് ധർമാടിസ്ഥാനത്തിൽ ഈ ഭൂമിയെ ഭരിക്കാനായി തുടങ്ങി. ധർമ്മം രക്ഷിച്ച് ഭൂമിയെ ഭരിച്ചപ്പോൾ ഇന്ദ്രനും വേണ്ടതുപോലെ മഴയൊക്കെ പെയ്യിച്ചു. എല്ലാ നിലയ്ക്കും ലോകം നന്നായി വന്നു. ഇങ്ങനെ സമൃദ്ധമായി ക്ഷേത്രങ്ങളിൽ ആ സ്വർഗത്തിന് തുല്യമായിരിക്കുന്ന ഐശ്വര്യങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ
അവിടെ അവര് കുറേ ദൈത്യന്മാര് ഈ ഭൂമിയിൽ മനുഷ്യ ദേവന്മാരാകാം എന്ന് കരുതി പല പല ജന്തുക്കളുടെ ആ വയറ്റിൽ പിറക്കുകയും ചെയ്തു. കഴുത, പശു, കുതിര, ഒട്ടകം എന്ന് വേണ്ട പലതിലും ജനിച്ചു ഈ അസുരന്മാരെന്നാണ്. അങ്ങനെ നിരവധി അസുരന്മാർ ഭൂമിയിലുണ്ടായി. അസുരന്മാർ വർദ്ധിച്ചപ്പോൾ ആ ഭാരം താങ്ങാനാവാതെ ഭൂമിദേവി വല്ലാതെ വിഷമിച്ചു. അങ്ങനെ ആ ഭൂമിയെ വഹിച്ചു നിൽക്കുന്ന കൂർമ്മം, ദിഗ്ഗജങ്ങൾ, ശേഷൻ എന്നിവർക്കൊക്കെ തന്നെ ദൈത്യന്മാരുടെ, ഈ അസുരന്മാരുടെ ദുഷ്ചെയ്തികളെ കൊണ്ട് വല്ലാതെ പൊറുതിമുട്ടി. ഭൂമിദേവിയെ താങ്ങാൻ പോലും ആകാത്ത ഒരവസ്ഥയിലേക്ക് എത്തി. ബ്രഹ്മാവിൻ്റെ അടുത്തേക്ക് ചെന്നു ഭൂമിദേവി. ഭൂമിദേവിയോട് പറഞ്ഞു, വസുന്ധരെ, നീ വിഷമിക്കേണ്ട, നിന്റെ സങ്കട നിവൃത്തിക്കായി ഞാൻ എല്ലാ ദേവന്മാർക്കും കൽപ്പന കൊടുക്കുകയാണ്. വൈശമ്പായൻ ജനമേജയനോട് പറഞ്ഞു, ഇങ്ങനെ ഭൂമിദേവിയെ സമാശ്വസിപ്പിച്ച് പറഞ്ഞയച്ചു. അതിനുശേഷം സർവ്വദേവന്മാരോടും സർവകർത്താവായിരിക്കുന്ന ആ ബ്രഹ്മാവ് പറഞ്ഞു, നിങ്ങളെല്ലാവരും ഭൂമിയുടെ അതിഭാരം കുറയ്ക്കാനായിട്ട് ഭൂമിയിൽ പിറക്കുക. അങ്ങനെ ദേവേന്ദ്രാദി ദേവന്മാര് ഭൂമിയിൽ ജനിക്കാൻ തീരുമാനിച്ചു. ആ ദേവന്മാരെല്ലാം ചേർന്ന് ശക്രപിതാവായിരിക്കുന്ന വൈകുണ്ഠവാസിയായിരിക്കുന്ന ആ പ്രജാപതിക്കും പതിയായ സാക്ഷാൽ നാരായണനെ ദർശിച്ചു. അപ്പൊ ഭഗവാൻ പറഞ്ഞു, ഭൂമിയുടെ ഭാരം ഇല്ലാതെയാക്കാൻ യഥാ യഥാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം എന്നാണ്. പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃത ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ എന്ന് പറഞ്ഞ് ഭഗവാൻ പറഞ്ഞു, നിങ്ങളുടെ ആഗ്രഹപ്രകാരം ഞാൻ അംശാവതാരം എടുത്ത് ഭൂമിദേവിയെ രക്ഷിക്കാം എന്ന് പറയുകയും ചെയ്തു. ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് കേട്ട ആ അംശാവതരണ പർവ്വതത്തിലുള്ളത്. ഇനി സംഭവപർവം എന്നുള്ള ഭാഗം കൂടി നമുക്കൊന്ന് അനുസ്മരിക്കാം. അതിലെ ചില കഥകൾ കഥാകഥനമാണ്, രസകരമായ കഥകൾ, നിരവധി ആളുകളുടെ പേരുകൾ, നിരവധി സംഭവങ്ങൾ, അങ്ങനെ എത്രയാണെന്ന് പറഞ്ഞ് തീരില്ല. ഇവിടെ ഈ സംഭവപർവ്വതത്തിൽ എന്താ, ദേവന്മാരും അസുരന്മാരും രാക്ഷസന്മാരും ഗന്ധർവന്മാരും അപ്സരസ്സുകളും ഉരകവർഗങ്ങളും ഭൂമിയിലെ രാജാക്കന്മാര്, മാമുനിമാര്, ബ്രാഹ്മണർ എന്നിങ്ങനെ വിവിധ മനുഷ്യവർഗങ്ങളുമായി അംശാവതരണം ചെയ്തു എന്നാണ്. അങ്ങനെ അതിൽ പ്രധാനപ്പെട്ട ആളുകളുടെ കഥകൾ പറയാം എന്നാണ്. അതിൽ ആദ്യം പറയേണ്ട ആളാണ് ആ ദുഷ്യന്തൻ എന്നവിടെ സൂചിപ്പിക്കുന്നു. പൗരവന്മാരുടെ വംശാകരനായി ദുഷ്യന്ത രാജാവ് ഈ ഭൂമി മുഴുവൻ ഭരിച്ചു. ആഴി ചൂഴുന്ന, ഏഴാഴികൾ ചൂഴുന്ന ഭൂമി മുഴുവൻ ഭരിച്ച ആളാണ് ദുഷ്യന്തൻ. മഹാപരാക്രമി, ശത്രുക്കളെ മർദ്ദിച്ച് സദ്ഭരണം നടത്തി പാപരഹിതമായ സാമ്രാജ്യം. വിശപ്പ്, രോഗം, ഭീതി ആ രാജ്യത്തില്ല. അതിവൃഷ്ടിയും അനാവൃഷ്ടിയും ഇല്ല. അങ്ങനെ അതിശക്തനായ ദുഷ്യന്ത മഹാരാജാവ് ആ മന്ദരപർവ്വതം ഉയർത്താൻ പോലും അദ്ദേഹത്തിന് കഴിയും. അത്രയും കായിക ശക്തിയുള്ള ആളായിരുന്നു അത്രേ. അദ്ദേഹത്തിൻ്റെ ബലത്തെ പറയാൻ വേണ്ടി അങ്ങനെ സൂചിപ്പിച്ചു. അങ്ങനെ ഒരിക്കൽ അദ്ദേഹം വലിയ ചതുരംഗപ്പടയോടും അനേകം യോദ്ധാക്കളോടും കൂടി നായാട്ടിനായിട്ട് വനത്തിലേക്ക് എത്തി. അട്ടഹാസങ്ങള്, ശംഖനാദങ്ങള്, ഭൈരീരവങ്ങള്. അങ്ങനെ ഒരിക്കൽ അദ്ദേഹം ആനപ്പുറത്ത് നിന്ന് ഇറങ്ങി രഥത്തിൽ കയറി യാത്ര തുടർന്നു. അങ്ങനെ വനത്തിലൂടെ അതിവേഗം സഞ്ചരിക്കുമ്പോൾ അദ്ദേഹം മനോഹരമായിരിക്കുന്ന നന്ദനോദ്യാനം, അല്ലെ, ദേവേന്ദ്രന്റെ ഉദ്യാനമാണ് നന്ദനോദ്യാനം, അതിന് തുല്യമായിരിക്കുന്ന മനോഹരമായിരിക്കുന്ന ഒരു ഉദ്യാനം കണ്ടു. കരിമ്പാറക്കൂട്ടങ്ങളിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഭംഗിയായിട്ട് ഒഴുകി വരുന്നു. പാൽനുര പോലെ ഘോരസിംഹങ്ങളും ഹിംസ്രജന്തുക്കളും വിഹരിക്കുന്ന സ്ഥലം. ഹിംസ്രജന്തുക്കളൊക്കെ പേടിച്ചോടി. രാജാവ് വളരെ എളുപ്പത്തിൽ മൃഗയാവിനോദങ്ങളിൽ മുഴുകി പക്ഷിമൃഗാദികളെ കൊന്നൊടുക്കി. ആയിരക്കണക്കിന് മൃഗങ്ങൾ രാജകീയ നായാട്ടിനിരയായി എന്നും പറയുന്നു. അങ്ങനെ രാജാവ് ഈ മൃഗയാവിനോദത്തിൽ വളരെയധികം താല്പര്യം വന്ന് അദ്ദേഹം കുറേ ദൂരം എവിടേക്കോ കടന്നു പോയി. അങ്ങനെ സഞ്ചരിച്ചപ്പോഴാണ് അദ്ദേഹം ഒരു പുണ്യാശ്രമത്തിലേക്ക് എത്തി. വളരെ മനോഹരമായിട്ടുള്ള ആശ്രമം, നിരവധി വൃക്ഷങ്ങൾ, പക്ഷിമൃഗാദികൾ, പക്ഷികളുടെ മധുരനാദം, അതേപോലെ ലതകളിലും ചെടികളിലൊക്കെ പൂക്കൾ ധാരാളം വിടർന്നു നിൽക്കണു. അവിടെയൊക്കെ സുഗന്ധം നിറഞ്ഞു നിൽക്കണു. അദ്ദേഹത്തിൻ്റെ മനസ്സിന് വല്ലാത്ത ആനന്ദമായി. മന്ദമാരുതൻ ആ മെല്ലെ ഇങ്ങനെ വീശുന്നുണ്ട്. അതേപോലെ ഒരു ആശ്രമം, അതിൽ അഗ്നി ജ്വലിക്കണു.
ബാലഖില്യന്മാരും ഇതര മുനിശ്രേഷ്ഠന്മാരും അർച്ചന നടത്തുന്ന അഗ്നിവേദികള്, മാലിനീ നദി അവിടെ ഇതാ വളരെ സൗമ്യമായിട്ട് ഒഴുകുന്നു. അങ്ങനെ ആ നദീതീരത്ത് സിംഹവും മാനും ഹിംസ്രജന്തുക്കൾ പോലും വളരെ ശാന്ത സ്വഭാവത്തോടു കൂടി ജീവിക്കുന്നത് രാജാവ് കണ്ടു. രാജാവ് അങ്ങോട്ട് കടന്നു ചെന്നു. അങ്ങനെ ആ പുണ്യഭൂമിയിലൂടെ ആ വിശുദ്ധ നദി ഒഴുകണത് കണ്ടു. കാശ്യപന്റെ ആശ്രമമുണ്ട്. രാജാവ് അങ്ങോട്ട് നടന്നപ്പോൾ മയിലുകൾ നൃത്തം വയ്ക്കണു, കുയിലുകൾ പാട്ടുപാടണു. ഇങ്ങനെ ആ ആശ്രമത്തിന് ചുറ്റും നോക്കിക്കൊണ്ട് എല്ലാം മറന്ന് അദ്ദേഹം ഇങ്ങനെ നടക്കുകയാണ്. സാമഗാനങ്ങൾ ഉയരുന്നുണ്ട്, മന്ത്രസ്വരങ്ങൾ, ആമഗ്നമായ ആ ഒരു വിശുദ്ധാന്തരീക്ഷം. കശ്യപൻ അവിടെ ഇല്ല. രാജാവ് ഉറക്കെ വിളിച്ച് അന്വേഷിച്ചപ്പോഴാണ് അതിസുന്ദരിയായ സാക്ഷാൽ ലക്ഷ്മീദേവിക്ക്, രമയ്ക്ക് സമമായിരിക്കുന്ന ഒരു സുന്ദരി പുറത്തേക്ക് വന്നു. കണ്ടപ്പോൾ തന്നെ വല്ലാത്ത ഇഷ്ടമായ അദ്ദേഹത്തിന്. രാജാവിന് ഹൃദ്യമായ സ്വാഗതം പറഞ്ഞു, ഇരിപ്പിടം കൊടുത്തു, അർഘ്യവാദ്യാദികൾ കൊണ്ട് അതിഥിപൂജ നടത്തി. രാജാവ് ചോദിച്ചു, ആ കണ്വനെ കുറിച്ച് ചോദിക്കുകയാണ്. അപ്പോൾ അവൾ പറഞ്ഞു, അച്ഛൻ ഫലങ്ങൾ കൊണ്ടുവരാൻ പോയേക്കാണ്, കുറച്ചു നേരം കാത്തിരുന്നോളൂ, അദ്ദേഹം ഉടനെ വരും. അത് കേട്ട് കഴിഞ്ഞപ്പോൾ രാജാവിന് കുറച്ചുകൂടി ഔത്സുക്യായി. ഇതാരാ അത്? ഇങ്ങനൊരു പെൺകുട്ടി ഈ കാട്ടിലെ ഘോരവനത്തില്? ചോദിച്ചു, നീ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ കണ്വ മഹർഷിയുടെ മകളാണ്. അപ്പൊ അദ്ദേഹം ആലോചിച്ചു, ഭഗവാൻ കണ്വൻ ആ ഊർധ്വരേതസ്സായിട്ടുള്ള ആളാണ്, അദ്ദേഹത്തിന് ഗൃഹസ്ഥാശ്രമം ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പൊ ധർമ്മരാജാവിന് പോലും ധർമ്മഭ്രംശം വന്നുവിടാം. പക്ഷേ കണ്വന്റെ തപസ്സിന് ഇളക്കം തട്ടുന്ന എനിക്ക് തോന്നണില്ല. അപ്പോ ദേവി മുനിശ്രേഷ്ഠന്റെ പുത്രിയാണ് എന്ന് പറഞ്ഞെങ്കിൽ അതെങ്ങനെയാണെന്ന് അറിഞ്ഞാൽ കൊള്ളാം. അപ്പൊ ശകുന്തള പറഞ്ഞു, ആ പെൺകുട്ടി പറഞ്ഞു, ഞാൻ ശകുന്തളയാണ്. ഒരു മഹർഷിയുടെ അടുത്ത് അച്ഛൻ പറയണത് കേട്ടിട്ടാണ് ഞാൻ എൻ്റെ കഥ അറിഞ്ഞത്. വിശ്വാമിത്രൻ തപശക്തി കൊണ്ട് ആ ഇന്ദ്രന്റെ ഹൃദയത്തെ തപിപ്പിച്ചു എന്നാണ്. അദ്ദേഹത്തിന്റെ കൊടും തപസ്സിൽ തപ്തനായ ഇന്ദ്രൻ മേനകയെ വിളിച്ചു പറഞ്ഞു, വേഗം ചെന്നിട്ട് ആ വിശ്വാമിത്രന്റെ തപസ് മുടക്കണം, അല്ലെങ്കിൽ എന്തുണ്ടാവും, എൻ്റെ സ്ഥാനം കൈക്കലാക്കും. അതിനു മുമ്പ് തപസ് മുടക്കുക. നിന്റെ യൗവനവും രൂപഭംഗിയും അതേപോലെ വിലാസവും സ്മിതവും ആ പുഞ്ചിരിയൊക്കെ അദ്ദേഹത്തിന് നേരെ പ്രയോഗിക്കുക, അദ്ദേഹത്തെ മയക്കുക, തപസ് മുടക്കുക. മേനക പലതും പറഞ്ഞു നോക്കി. കാരണം വിശ്വാമിത്രന്റെ അടുത്ത് പോയി ആ തപസ്വി കണ്ണൊന്ന് തുറന്നാൽ മതി, താൻ ചിലപ്പോൾ ഒരു പിടി ഭസ്മമായിട്ട് തീരും. ഇപ്പൊ എന്താ ചെയ്യാ? പല രീതിയിലും ആ ദേവേന്ദ്രനോട് ഒഴിവൊഴിവ് പറഞ്ഞെങ്കിലും ദേവേന്ദ്രൻ പറഞ്ഞു, ഇപ്പൊ പോയേ പറ്റൂ. ശരി, ഞാൻ അങ്ങയുടെ ആജ്ഞ നിർവഹിക്കാം, പക്ഷേ എൻ്റെ രക്ഷ അങ്ങ് തന്നെ നോക്കണം. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഞാൻ നൃത്തം ചെയ്യുമ്പോൾ ഇളങ്കാറ്റ് വന്ന് എൻ്റെ ആ ലോലമായ വസ്ത്രം മാറ്റണം. ആ സമയത്ത് കാമദേവൻ പുഷ്പബാണവുമായി എൻ്റെ ഒപ്പം ഉണ്ടാവണം. അങ്ങയുടെ പ്രസാദമുണ്ടെങ്കിൽ ഞാൻ മുനിയെ മയക്കും. അപ്പോ മാതകഗന്ധവാഹിയായ മന്ദമാരുതൻ മെല്ലെ വീശണം. ദേവേന്ദ്രൻ പറഞ്ഞു, അതൊക്കെ ഞാൻ വേണ്ടതുപോലെ ആക്കിക്കൊള്ളാം. മേനക അവിടുന്ന് വിശ്വാമിത്രന്റെ തപോവനത്തിലേക്ക് എത്തി. മന്ദമാരുതൻ നല്ല മാതകഗന്ധം, നല്ല ഗന്ധം വഹിച്ചുകൊണ്ട് ഇങ്ങനെ വീശുന്നുണ്ട്. വളരെ ഭക്തിയോടുകൂടി വിശ്വാമിത്രൻ തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ തപസ്സിനു മുമ്പിൽ വെച്ച് മേനക അതിഗംഭീരമായിട്ടുള്ള നൃത്തം. ആ നൃത്തവേളയിൽ അവളുടെ വസ്ത്രങ്ങൾ ഉടുപുട അഴിയാൻ തുടങ്ങി. ആ ചേല വാരിയെടുക്കാൻ കുനിഞ്ഞപ്പോഴാണ് ആ മഹർഷിയെ കാമാഗ്നി നിറഞ്ഞ നയനങ്ങളോടുകൂടി അവളൊന്നിങ്ങനെ നോക്കി. അതങ്ങോട്ട് കണ്ടതോടുകൂടി അദ്ദേഹത്തിന് ആ തപസ്സിൽ നിന്ന് പിന്തിരിയേണ്ടി വന്നു. അതിമനോഹരമായ ആകാരഭംഗി. അങ്ങനെ അദ്ദേഹം ആ പെൺകുട്ടിയുമായി പലതരത്തിലുള്ള ലീലകൾ ആടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ വന്നപ്പോഴാണ് മേനക ഗർഭം ധരിച്ചു. ആ മേനകയ്ക്കുണ്ടായ പുത്രിയാണ് ഞാൻ ശകുന്തള എന്ന് പറയുന്നു. ഹിമാലയ താഴ്വരയിൽ ഈ മാലിനീ നദിയുടെ തീരത്ത് അമ്മ എന്നെ ഉപേക്ഷിച്ചു പോയി. അപ്പോൾ ഇന്ദ്രന്റെ അഭീഷ്ടം സാധിച്ച് സ്വർഗത്തിലേക്ക് പോവുകയും ചെയ്തു. സിംഹങ്ങളും പുലികളും ഒക്കെ നിറഞ്ഞ ഈ വിജനഭൂമിയിൽ അനാഥയായി കിടന്ന എന്നെ ശകുന്തങ്ങൾ വളർന്നിരുന്ന് സംരക്ഷിച്ചു. ശകുന്തങ്ങൾ കാത്ത കന്യക അല്ലേ? അങ്ങനെ മഹാനായ കണ്വൻ ജലസ്പർശത്തിന് പോകുമ്പോഴാണ് ശകുന്ത പക്ഷികൾ പരിചരിക്കുന്ന ആ പെൺകുഞ്ഞിനെ കണ്ടത്.
അദ്ദേഹം എടുത്തുകൊണ്ടുവന്ന് വളർത്തി. ശകുന്തങ്ങൾ പരിരക്ഷിച്ചതുകൊണ്ടാണ് എനിക്ക് ശകുന്തള എന്ന് പേരുണ്ടായത്. അതോടെ പറഞ്ഞു. ശകുന്തള രാജപുത്രിയാണെന്ന് അറിഞ്ഞപ്പോൾ രാജാവ് പറഞ്ഞു, എങ്കിൽ നീ എൻ്റെ പത്നിയാവൂ, ഞാൻ നിനക്കായി എന്തും തരാം, നീ ഭയപ്പെടണ്ട, ഇപ്പം തന്നെ നമുക്ക് ഗാന്ധർവ വിധി അനുസരിച്ച് വിവാഹം നടത്താം. വിവാഹങ്ങളിൽ വെച്ച് വളരെ ശ്രേഷ്ഠമായിട്ടുള്ളതാണ് ഗാന്ധർവ വിവാഹം. അത് വേണ്ടതുപോലെ ഇപ്പം ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, അച്ഛൻ ഫലങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി കാട്ടിലേക്ക് പോയി കാണാം. അപ്പം അച്ഛൻ വരുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം. അദ്ദേഹം അങ്ങക്ക് കന്യാദാനമായിട്ട് എന്നെ നൽകും. ദുഷ്യന്തൻ അത് മുഴുവൻ അങ്ങോട്ട് കേട്ടില്ല. പറഞ്ഞു, നീ എന്നെ സ്വീകരിക്കണം, എൻ്റെ മനസ്സ് നിന്നിൽ ലയിച്ചു കഴിഞ്ഞു. ഗാന്ധർവ വിവാഹത്തിൻ്റെ സാങ്കത്യത്തെക്കുറിച്ച് വിവരിച്ച് അവളുടെ മനസ്സ് മാറ്റാൻ ശ്രമിച്ചു. നീ എനിക്ക് വേണ്ടി ഈശ്വരൻ തന്നിട്ടുള്ള വരാങ്കനെയാണ്. ആ സ്ഥിതിക്ക് ഗാന്ധർവ വിധിയാവണ്ണം ബന്ധിക്കപ്പെട്ട് നീ എൻ്റെ പത്നിയാവൂ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ധർമ്മം നോക്കുകയാണെങ്കിൽ എൻ്റെ ആത്മസ്വാതന്ത്ര്യത്തെ കരുതി ഞാൻ ഒരു തീരുമാനമെടുക്കുന്നു. ഞാൻ അങ്ങക്ക് സ്വയം ദാനമാവാം. കന്യാദാനമാണ് വേണ്ടത് സത്യത്തിൽ, പക്ഷേ സ്വയം ഞാൻ അങ്ങക്ക് എന്നെ ദാനം ചെയ്യാം. എന്നിലുണ്ടാകുന്ന അങ്ങയുടെ പുത്രൻ അങ്ങയുടെ കാലശേഷം രാജാവാവണം, അവനെ അങ്ങ് യുവരാജാവാക്കണം. ഇക്കാര്യം നിറവേറ്റാമെന്ന് ഇപ്പം ശപഥം ചെയ്താൽ നമുക്ക് ഗാന്ധർവ വിധി പ്രകാരം വിവാഹം ചെയ്യാം. അത് കേട്ട് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, തീർച്ചയായും നിന്നെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ചതുരംഗപ്പടയെ ഞാൻ അയക്കും എന്ന് പറഞ്ഞ് അവിടുന്ന് യാത്രയാവുന്നു. രാജാവ് പോയി കണ്ണൻ ആശ്രമത്തിൽ തിരിച്ചെത്തി. കണ്ണന് കാര്യം മനസ്സിലായി. നീ പേടിക്കൊന്നും വേണ്ട, എന്നെ മാനിക്കാതെ രഹസ്യമായി ആ പുരുഷനുമായി നിനക്ക് ബന്ധമുണ്ടായി, അത് അധാർമികമല്ല. കാരണം ക്ഷത്രിയന് ഗാന്ധർവം വളരെ വിശേഷമായിട്ടുള്ളതാണ്. കാമിക്കുന്നവനോട് കാമമുള്ളവർക്ക് മന്ത്രരഹിതമായി രഹസ്യ സംഗമമാകാം എന്ന് കണ്ണു മഹർഷി തൻ്റെ മകളെ ഓർമ്മിപ്പിച്ചു. ഇവിടെ പറഞ്ഞു, നിനക്കുണ്ടാകുന്ന ആ മഹാബലവാനായിരിക്കുന്ന പുത്രൻ ഈ ഊഴിയെ മുഴുവൻ അടക്കി ഭരിക്കും. അവൻ ചക്രവർത്തിയാവും, ലോകത്തെ തൻ്റെ കാൽക്കീഴിലാക്കി ഭരിക്കും എന്ന് മഹർഷി അറിയിച്ചു. അദ്ദേഹം ആ ശകുന്തളയെ അനുഗ്രഹിച്ചു. ഞാൻ ദുഷ്യന്ത രാജാവിനെ മനസ്സാവരിച്ചു കഴിഞ്ഞു, അദ്ദേഹത്തെ ശപിക്കരുതേ എന്ന് പറഞ്ഞപ്പോൾ കണ്ണൻ പറഞ്ഞു, ഒരിക്കലുമില്ല, നിനക്ക് വേണ്ടി എനിക്ക് ആ ദുഷ്യന്തനിൽ പ്രീതി ഉണ്ടായിക്കഴിഞ്ഞു, ഇഷ്ടമുള്ള വരം ചോദിച്ചോളൂ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ദുഷ്യന്തൻ്റെ ക്ഷേമത്തിനും ആ പൗരജനങ്ങൾക്ക് ധർമ്മിഷ്ഠഭാവവും രാജ്യസ്ഥൈര്യവും ഒക്കെ ഉണ്ടാവാനുള്ള വരം അവിടുന്ന് ശകുന്തള വാങ്ങി എന്ന് പറഞ്ഞു. ശകുന്തള ഗർഭിണിയായി അതി തേജസ്വിയായിരിക്കുന്ന ഒരു കുമാരന് ജന്മം കൊടുത്തു. അവൻ്റെ ജാതകർമാദികളൊക്കെ കണ്ണൻ വേണ്ടതുപോലെ നടത്തി. സിംഹസമാനമായ ദൃഢശരീരം, കയ്യിൽ ചക്രരേഖ, അതികരുത്തൻ. 6 വയസ്സുള്ളപ്പോൾ തന്നെ ഹിംസ്രജന്തുക്കളെ, സിംഹം തുടങ്ങിയവയൊക്കെ തന്നെ തൻ്റെ ആ ചൊൽപ്പടിയിൽ കൊണ്ടുവരാൻ സാധിച്ചു എന്ന് പറയുന്നു. എല്ലാവരെയും നിയന്ത്രിക്കുന്നു എന്നുള്ളത് കൊണ്ട് ആ ഉണ്ണിയെ സർവദമനൻ എന്ന് വിളിച്ചു. അങ്ങനെ ധീരനായ പരാക്രമശാലിയായ ആ ഉണ്ണിയെ യുവരാജാവാക്കാനുള്ള പ്രായമായി എന്ന് മനസ്സിലായപ്പോൾ കണ്ണൻ ശകുന്തളയെ വിളിച്ചു പറഞ്ഞു, ശകുന്തളെ, ഈ പുത്രനുമായി ഇന്ന് തന്നെ ഭർതൃഗൃഹത്തിലേക്ക് പോവുക. സ്ത്രീകൾ പിതാവിൻ്റെ ഗൃഹത്തിൽ നിൽക്കുന്നത് അധികം നന്നല്ല, അത് കീർത്തിക്കും ചാരിത്രത്തിനും നല്ലതല്ല, ഉടനെ തന്നെ പുറപ്പെട്ടോളൂ എന്ന് പറഞ്ഞയച്ചു. അവിടുന്ന് ഹസ്തിനപുരിയിലേക്ക്, രാജധാനിയിലേക്ക് എത്തിച്ചേരാണ്. അങ്ങനെ ശകുന്തള ആഗതയായി എന്ന് രാജാവിനെ അറിയിച്ച് മുനിശിഷ്യന്മാര് ആശ്രമത്തിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. ശകുന്തള രാജർഷിയെ വിധിപ്രകാരം പൂജ ചെയ്തു. അങ്ങ് ഈ പുത്രനെ യുവരാജാവാക്കി വാഴിക്കണം. ഈ ബാലൻ അങ്ങയ്ക്ക് എന്നിലുണ്ടായതാണ്, എന്നോട് ചെയ്തിട്ടുള്ള ശപഥം പാലിക്കണം. കണ്വാശ്രമത്തിലെ നമ്മുടെ സമാഗമത്തിൽ എനിക്ക് അങ്ങ് നൽകിയ വാക്ക് വേണ്ടതുപോലെ സഫലമാക്കണം എന്ന് പറയുകയും ചെയ്തു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ രാജാവ് ഇങ്ങനെ ഓർത്തു. പറഞ്ഞു, നീ എന്താ പറയണത്? നിന്നെ എനിക്ക് ഓർമ്മയില്ലല്ലോ, എനിക്ക് നിന്നെ അറിയേണ്ടത് പോലുമില്ല. സത്യത്തിൽ ഇവിടെ നീയുമായി എനിക്ക് യാതൊരു തരത്തിലുള്ള ധാർമ്മികാർത്ഥ ബന്ധവും ഉണ്ടായതായി എനിക്ക് ഓർമ്മയില്ല. നീ ഇവിടുന്ന് പൊക്കോളൂ, അല്ലെങ്കിൽ നിനക്ക് തോന്നുന്നതുപോലെ ചെയ്യാനൊക്കെ പറഞ്ഞു. രാജാവിൻ്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ ആ ശകുന്തളയ്ക്ക് വല്ലാത്ത വേദനയായി. കണ്ണുകൾ ചുവന്നു, ചുണ്ടുകൾ വിറച്ചു.
രാജാവിനെ ഒന്നിങ്ങനെ നോക്കി, തൻ്റെ തേജസ്സിനെ നിയന്ത്രിച്ചു കുറച്ചു നേരം. എന്നിട്ട് ഭർത്താവിനെ നോക്കിയിട്ട് പറഞ്ഞു, രാജാവേ, എല്ലാം അനുഭവിച്ചറിഞ്ഞ അങ്ങ് എന്താ ഇങ്ങനെ പറയണത്? ഇത് അങ്ങക്ക് ചേർന്നതല്ല. സത്യാസത്യങ്ങൾ അങ്ങയുടെ ഹൃദയം അറിയുന്നില്ലേ? ധർമ്മസാക്ഷിയായി സത്യം പറയണം. സ്വന്തം ആത്മാവിനെ ചതിക്കുന്ന ആളുകൾ കള്ളനെ പോലെ ആത്മഹാരിയാണ്. കള്ളൻ മറ്റുള്ളവരുടെ വസ്തുക്കൾ അപഹരിക്കണു. ഇങ്ങനെ ചെയ്യുന്ന ആളോ അവനവൻ്റെ ആത്മാവിനെ അപഹരിക്കുന്ന ആളുകളാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്ത് ക്രൂരതയും ചെയ്യാൻ തോന്നും. ഞാൻ ഒറ്റയ്ക്കാണെന്നാണ് അങ്ങയുടെ ചിന്തയെങ്കിൽ തെറ്റി. എൻ്റെ ഉള്ളിൽ ആ മുനി അധിവസിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങയുടെ പാപം കാണുന്നുണ്ട്. താൻ ചെയ്യുന്ന ഘോരപാപങ്ങൾ ആരും കാണുന്നില്ല എന്ന് ആരും കരുതരുത്. കാരണം രാവും പകലും എന്നല്ല, സൂര്യനും ചന്ദ്രനും ഒക്കെ തന്നെ നിത്യസാക്ഷികളാണ്. സ്വയം കയറി വന്നവളാണ് ഞാനെന്ന് അങ്ങ് പറഞ്ഞു. എന്നെ നിന്ദിക്കരുത്. പതിവ്രതയായിരിക്കുന്ന പത്നിയാണ് ഞാൻ. ഒരു ഹീനയെപ്പോലെ എന്നോട് സംസാരിക്കരുത്. ഞാൻ വെറുതെ പറയുന്നതല്ല. ശകുന്തളയുടെ രോഷം ആളിക്കത്തി. ഞാൻ അങ്ങയോട് യാചിക്കുന്നു. ഇപ്പോ ഞാൻ പറയുന്ന വാക്കുകൾ അങ്ങ് കേൾക്കുന്നില്ലെങ്കിൽ അങ്ങയുടെ ശിരസ് 100 ഖണ്ഡമായി പൊട്ടിച്ചിതറിപ്പോകട്ടെ. പതിയുടെ ആത്മാവാണ് പുത്രനായി ജനിക്കുന്നത്. എന്ന നരകത്തിൽ നിന്ന് ത്രാണനം ചെയ്യുന്ന ആളാണ് പുത്രൻ. പുരുഷന്റെ അർത്ഥമാണ് ഭാര്യ എന്ന് പറയുന്നത്. അപ്പൊ സൽഗതി കാമിക്കുന്ന ഒരാൾക്ക് അവൾ ബന്ധുവാണ്. വിജനത്തിൽ പ്രിയം ചെയ്യുന്നവന് ഭാര്യ സഖിയാണ്. ധർമ്മത്തെ ഉപദേശിക്കുമ്പോൾ അവൾ പിതാവാണ്. സാന്ത്വനിപ്പിക്കുമ്പോൾ അമ്മയാണ്. പുരുഷന്റെ ഗതിയാണ് ഭാര്യ. അപ്പോ എന്താണ് ഭാര്യ എന്നുള്ളത് ശകുന്തളയുടെ വാക്കുകളായിട്ട് നമുക്ക് ഭാരതത്തിൽ നിന്ന് കാണാൻ സാധിക്കുന്നു. ദർപ്പണത്തിൽ കണ്ണാടിയിൽ സ്വന്തം മുഖം എന്നതുപോലെ ഭാര്യയിൽ സ്വന്തം പുത്രനെ കാണുമ്പോൾ സ്വർഗമാണ് ഓരോരുത്തർ അനുഭവിക്കുന്നത്. അപ്പോ ഇവിടെ ആ പൂഴിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സ്വന്തം ഉണ്ണിയെ ആ അച്ഛനിങ്ങനെ വാരിപ്പുണരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖാനുഭവം, അച്ഛനെ തേടിയെത്തിയ ഈ പുത്രൻ അങ്ങേ ഇങ്ങനെ നോക്കുന്നുണ്ട്. അങ്ങ് അവനെ വെടിയണം എന്ന് പറയുന്നു. നോക്കൂ, ആ ഉറുമ്പുകളെ നോക്കൂ, അങ്ങ് പറഞ്ഞു കൊടുക്കുകയാണ്. അവ പോലും സ്വന്തം മുട്ടകൾ ഉടയാതെ സൂക്ഷിക്കണു. ധാർമ്മികനായ അങ്ങ് എന്തുകൊണ്ടാ മകനെ സ്വീകരിക്കാത്തത്? സ്പർശസുഖത്തിൽ ഏറ്റവും ഉന്നതം പുത്രസ്പർശമാണ് എന്ന് പറയാറുണ്ട്. ദ്വിപദന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠൻ ദ്വിജനാണ്. നാൽക്കാലികളിൽ ശ്രേഷ്ഠത പശുവിനാണ്. മഹാന്മാരിൽ ഗുരുവിനാണ്. സ്പർശിക്കുന്നവരിൽ ശ്രേഷ്ഠൻ പുത്രനാണ്. ഇവനെ പ്രസവിച്ച സമയത്ത് ഒരു അശരീരി ഉണ്ടായി. ഇവൻ 100 അശ്വമേധം നിർവഹിക്കും. ആ ബ്രാഹ്മണർ പറയുന്ന വേദമന്ത്രം അങ്ങ് കേട്ടിട്ടില്ലേ? മകനെ, നീ എൻ്റെ ശരീരത്തിൽ നിന്നും ഹൃദയത്തിൽ നിന്നും ജനിച്ചവനാണ്. പുത്രനായ നീ എൻ്റെ ആത്മാവ് തന്നെയാണ്. അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ അങ്ങയുടെ ശരീരത്തിൽ നിന്നാണ് ഇവൻ ജനിച്ചത്. ഇവനെ അങ്ങൊന്ന് നോക്കൂ. ഗാർഹപത്യത്തിൽ നിന്ന് ആഹവനീയാഗ്നി അത്ഭുതമായതുപോലെ അങ്ങയിൽ നിന്ന് ഇവൻ ജനിച്ചു. അങ്ങ് രണ്ടായി നിൽക്കുന്നത് പോലെയല്ലേ ഇവനെ കാണുമ്പോൾ തോന്നണത്? ശകുന്തള വീണ്ടും 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 ആ കഥകൾ മുഴുവൻ ഓർമ്മിപ്പിച്ചു. പക്ഷേ ഇതൊക്കെയാണെങ്കിലും പറഞ്ഞു, ആലംബഹീനയായ എന്നെയും അങ്ങയുടെ പുത്രനായിരിക്കുന്ന ഈ ഉണ്ണിയെയും അങ്ങ് കൈവിടരുത്. രാജാവ് പറഞ്ഞു, ശകുന്തളെ, ഞാൻ നിന്നിൽ സന്താനോൽപത്തി നടത്തിയതായിട്ട് എനിക്ക് ഓർമ്മിക്കാൻ പോലും കഴിയില്ല. സ്ത്രീകൾ നുണ പറയുക എന്നുള്ളത് സ്വാഭാവികമാണ്. അതാരും ശ്രദ്ധിക്കാറ് പോലുമില്ല. ദേവലോകത്തെ വ്യഭിചാരിണിയല്ലേ നിന്റെ അമ്മ എന്ന് പറയണത്. അപ്പൊ അല്പം പോലും കരുണ കാട്ടാതെ നിർമാല്യം പോലെയുള്ള സ്വന്തം പുത്രിയെ വലിച്ചെറിഞ്ഞ ആള്. നിന്റെ പിതാവോ ക്ഷത്രിയനായ ബ്രാഹ്മണ്യം നേടാൻ വ്യാമോഹിച്ച് കാമത്തിന്റെ ചതിയിൽ മനസ്സിളകിയ ആള്. അങ്ങനെയുള്ളവരുടെ പുത്രിയാണ് നീ, വിശ്വാമിത്രന്റെയും മേനകയുടെയും. അപ്പോ നീ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കണത്? നിനക്ക് ലജ്ജ വരുന്നില്ലേ എന്ന് അവിടെ ഇതാ സൂചിപ്പിക്കണു. ഇങ്ങനെ ഒരു മകനെയും കൊണ്ടുവന്ന് എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കാൻ ഇത്ര കുറച്ചു കാലം കൊണ്ട് ഒരു കുട്ടി ഇത്രയും വളരുമോ? ആ ഭരതന്റെ ദൃഢമായിരിക്കുന്ന ശരീരം കണ്ടു കഴിഞ്ഞപ്പോൾ അപ്പൊ നുണ പറയുമ്പോൾ അത് ഏതുപോലെ പറയണം? വിശ്വസിക്കാവുന്ന നുണ പറയണം. നിന്റെ ജനനം പോലെ തന്നെ ഹീനമാണ് നിന്റെ വാക്കും. മേനകയ്ക്ക് നീ പറഞ്ഞിട്ടുണ്ടാവും, എനിക്കതൊന്നും അറിയേണ്ട കാര്യമില്ല, നീ നിന്റെ തോന്നിയതുപോലെ ചെയ്യാനായിട്ട് അവിടെ ദുഷ്യന്തൻ പറയുന്നു. അമ്മയെക്കുറിച്ചുള്ള വാക്കുകൾ ഇങ്ങനെ കേട്ടപ്പോ ആ ശകുന്തളയുടെ മനസ്സിൽ വീണ്ടും ആ രോഷാഗ്നി ജ്വലിച്ചു. പറഞ്ഞു, അങ്ങയുടെ കുറ്റങ്ങളൊന്നും കാണുന്നില്ല, അന്യന്റെ കുറ്റങ്ങളെ അങ്ങ് കാണുകയും ചെയ്യണു. മേനക ദേവമാർഗത്തിലുള്ള അപ്സരസാണ്. ദേവകളോടൊപ്പമാണ് എൻ്റെ അമ്മയുടെ സ്ഥാനം.
എൻ്റെ ജന്മം ദുഷ്യന്ത അത് നിന്നേക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ്. നീ ഭൂമിയിൽ ഇഴയുമ്പോൾ ഞാൻ വാനലോകത്തിൽ സഞ്ചരിക്കും. മഹാമേരുവും കടുകുമണിയും തമ്മിലുള്ള വ്യത്യാസമുണ്ട് നമ്മൾ തമ്മിൽ. എൻ്റെ പ്രഭാവം നിനക്കറിയില്ല. സ്വന്തം മുഖം കണ്ണാടിയിൽ നോക്കും വരെ താൻ മറ്റുള്ളവരെക്കാൾ സുന്ദരനാണെന്ന് തോന്നും. കണ്ണാടിയിൽ നോക്കുമ്പോഴോ അപ്പോഴാണ് സ്വന്തം മുഖത്തിൻ്റെ പോരായ്മ മനസ്സിലാവുക. സ്വന്തം ചോരയിൽ ജനിച്ച മകനെ നിരസിക്കുകയാണെങ്കിൽ ദേവകൾ നിന്റെ ഐശ്വര്യം നശിപ്പിക്കും. സ്വന്തം മകനെ ഉപേക്ഷിക്കരുത്. അങ്ങ് ക്ഷിതീന്ദ്രനാണെന്ന് ഉറപ്പിച്ച് ഇനിയും വഞ്ചന തുടരരുത്. അങ്ങ് ഭൂമിയുടെ രാജാവാകും. അങ്ങയെ ഭരിക്കാൻ ആരുമില്ല എന്നൊക്കെ അങ്ങക്ക് തോന്നുന്നുണ്ടാവും. പക്ഷേ ആലോചിച്ചോളൂ, 100 കിണറുകളേക്കാൾ ഗുണം ഒരു കുളമാണ്, അല്ലേ? 100 കുളത്തേക്കാൾ ഗുണകരം ഒരു യാഗമാണ്. 100 യാഗത്തേക്കാൾ ഗുണകരം ഒരു പുത്രനാണ്. 100 പുത്രന്മാരെക്കാൾ ശ്രേഷ്ഠം സത്യമാണ്. അസത്യം പോലെ ദുഷ്ടമായത് ലോകത്തിൽ മറ്റൊന്നുമില്ല. സത്യമാണ് പരമമായ ബ്രഹ്മം, പരമമായ ധർമ്മം. സത്യമാണ് വാഗ്ദാനം. അതുകൊണ്ട് അങ്ങ് പറഞ്ഞ ആ ശപഥം അങ്ങ് ലംഘിക്കരുത്. ഇനിയും അസത്യം പറയാനാണ് ഭാവമെങ്കിൽ ഞാനിതാ പോണു. അങ്ങയുമായിട്ടുള്ള ബന്ധം എനിക്ക് വേണ്ട. അങ്ങ് എൻ്റെ മകനെ കൈയൊഴിഞ്ഞോളൂ. ഈ ഭൂമി അവൻ ഭരിക്കുന്നൊരു കാലം വരും എന്ന് പറഞ്ഞ് ശകുന്തള അങ്ങോട്ട് നടക്കാൻ പുറപ്പെട്ടപ്പോഴാണ് അവിടുന്ന് ആകാശത്ത് നിന്ന് ഒരു അശരീരിനാദം ഉണ്ടായി എന്നാണ്. സ്ത്രീയിൽ നിക്ഷേപിക്കുന്ന ബീജം പുരുഷൻ്റെതാണ്. ഇത് ദുഷ്യന്തപുത്രനാണ്. ദുഷ്യന്ത, ഇവനെ പുത്രനായിട്ട് സ്വീകരിക്കുക, ഭാര്യയെ മാനിക്കുക. ഇവനെ സ്വീകരിച്ച് നിന്നിൽ നിന്ന് ഉത്ഭവിച്ച ഇവനാണ് നിന്നെ നരകത്തിൽ നിന്ന് രക്ഷിക്കുക. ശകുന്തളയുടെ വാക്കുകൾ സത്യമാണ്. ഇവിടെ ശകുന്തള, ഓരോ സ്ത്രീയും പ്രസവിക്കുന്ന പുത്രൻ ആ അച്ഛൻ്റെ രണ്ടാമത്തെ അംശമാണ്. ജീവിക്കുന്ന പുത്രനെ വിട്ട് ജീവിക്കുക എന്നതിൽ പരം ദുഃഖം വേറെ എന്താ ഉള്ളത്? അതുകൊണ്ട് ദുഷ്യന്ത, നീയെ അവനെ സ്വീകരിക്കുക. കാരണം നിന്റെ പുത്രൻ ഭരതൻ എന്ന പേരിൽ കീർത്തിക്കപ്പെടും. ആ ശരീരി വാക്കിനെ കേട്ടു രാജാവ് തൻ്റെ പുരോഹിതന്മാരോടും അമാത്യന്മാരോടും പറഞ്ഞു, ദാ ദേവഭാഷ ഇത് നിങ്ങൾ കേട്ടില്ലേ? എൻ്റെ പുത്രനാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. പക്ഷേ ഞാൻ എന്താ ഇതുവരെ പറയാതിരുന്നത്? വന്ന് പറഞ്ഞ ഉടനെ ഞാൻ സ്വീകരിച്ചു കഴിഞ്ഞാൽ ആളുകൾ എന്നെ സംശയിക്കും. അങ്ങനെ ചെയ്താൽ ഇവന് ശുദ്ധിയും സിദ്ധിയും മാനവും ലഭിക്കില്ല. രാജാവ് ദാ പുത്രനെ സ്വീകരിച്ചു. പിതൃജനോചിതമായിരിക്കുന്ന കർമ്മങ്ങളൊക്കെ ചെയ്തു. പുത്രവാത്സല്യം അദ്ദേഹം വേണ്ടതുപോലെ കാണിച്ചു. തൻ്റെ ആ പുത്രൻ്റെ മൂർധാവിൽ ചുംബിച്ചു. തൻ്റെ ഭാര്യയെ ധർമ്മമനുസരിച്ച് സ്വീകരിച്ചു. പറഞ്ഞു, പ്രജകൾ അറിയാതെയല്ലേ ഞാൻ ദേവിയെ സ്വീകരിച്ചത്. അപ്പോൾ ദേവിയുടെ വിശുദ്ധിക്ക് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെയൊക്കെ പ്രവർത്തിച്ചത്. ഈ പുത്രന് രാജ്യം ലഭിക്കും എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അതിനായിരുന്നു ഈ പരീക്ഷണം. നിന്റെ അപ്രിയങ്ങളൊക്കെ ഞാൻ ക്ഷമിച്ചു. ശകുന്തളയെ ദുഷ്യന്തൻ സ്വീകരിച്ചു. പുത്രന് ഭരതൻ എന്ന് നാമകരണം ചെയ്ത് യുവരാജാവായി അഭിഷേകം ചെയ്യുകയും ചെയ്തു എന്നും പറഞ്ഞു. അങ്ങനെ ആ ഭരതന്റെ കീർത്തി ലോകം മുഴുവൻ നിറഞ്ഞു. ഇന്ദ്രനോടൊപ്പം പലതരത്തിലുള്ള യജ്ഞങ്ങൾ ചെയ്തു. ഭരതൻ മൂലം വംശത്തിന് ഭാരതവംശം എന്ന് പേര് ലഭിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇന്ന് കഥാകഥനം സമർപ്പിക്കുന്നത്. ഇവിടെ ആ മറ്റ് കഥകളിലേക്ക് നമുക്ക് നാളെ എത്തിച്ചേരാം. ആ ഭാഗങ്ങളൊക്കെ ഭഗവാന്റെ അനുഗ്രഹത്തോടെ കേൾക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചും കൊണ്ട് ഇപ്പോൾ ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കണം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ
ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ ഭവദ്ഭക്തിരതാഃ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ. സർവേ സന്തു നിരാമയാഃ. സർവേ ഭദ്രാണി പശ്യന്തു. മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ. തമസോ മാ ജ്യോതിർഗമയ. മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി.